ശ്രീ ടി മനോഹരൻ, സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പുകൾ, എതിരഭിപ്രായങ്ങൾ, വിയോജിപ്പുകൾ നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, കത്തയച്ചിട്ടുണ്ട് എന്ന് വ്യവസായ മന്ത്രി വിശദീകരിച്ചു. പക്ഷേ ഈ വിഷയത്തിന്റെ ഒരു ഗൗരവവും ഈ വിഷയത്തിന്റെ ഒരു ആഴവും പരിശോധിക്കുമ്പോൾ ഇങ്ങനെ കത്തയച്ചുള്ള എതിർപ്പ് മതിയോ, മൃദുവായ വിയോജിപ്പ് മതിയോ? അതിനപ്പുറത്ത് കേരളത്തിന്റെ മത്സ്യസമ്പത്തിനെയും മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തെയും വളരെ ഗുരുതരമായി ബാധിക്കുമെന്ന് ആശങ്കയുള്ള ഒരു വിഷയത്തിൽ കുറെ കൂടി ശക്തമായ നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കേണ്ടേ? നിയമസഭയിൽ ഈ കാര്യത്തിൽ ഇതിനെ എതിർത്തുകൊണ്ടൊരു പ്രമേയം പോലും ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് മുമ്പ് സംസാരിച്ച സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ അഭിപ്രായമാണ് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് കുറച്ച് പുറകോട്ട് പരിശോധിച്ചാൽ ശ്രീ കുഞ്ഞാലിക്കുട്ടി വ്യവസായ വകുപ്പ് മന്ത്രിയായ ഒരു കാലമുണ്ടായിരുന്നു കേരളത്തിൽ. അന്ന് ഈ KML എന്ന കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം സ്വകാര്യ മേഖലയ്ക്ക് വിറ്റഴിക്കാൻ ആവശ്യമായ തീരുമാനം എടുത്തവരാണ് ഇപ്പോൾ ഇത്തരത്തിലേക്കുള്ള രാഷ്ട്രീയമായ ദുഷ്ടലാക്കോടുള്ള അഭിപ്രായമായി രംഗത്ത് വന്നിരിക്കുന്നത്. അന്ന് കൊല്ലത്തിൻ്റെ പ്രിയപ്പെട്ട MP ആയിരുന്ന സഖാവ് P. രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ MPമാർ ലോക്സഭയിലും രാജ്യസഭയിലും നടത്തിയിട്ടുള്ള ശക്തിയായിട്ടുള്ള ഇടപെടലും കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന അതിശക്തമായ സമരവും കൊണ്ടാണ് അന്ന് കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലുള്ള വ്യവസായ വകുപ്പും കേരള ഗവൺമെൻറ്റും UDFൻ്റെ ഗവൺമെൻറ്റും പൊതുവെ ഈ KML വിറ്റഴിക്കപ്പെടാതെ പോയത്. അതല്ലെങ്കിൽ അന്ന് തന്നെ സ്വകാര്യ മേഖലയ്ക്ക് പോകുമായിരുന്നു. ആ ചരിത്രം മറന്നുകൂടാരും. ആ ചരിത്രം ഓർത്തുകൊണ്ട് വേണം ഇത്തരത്തിലേക്കുള്ള അഭിപ്രായങ്ങൾ പറയുവാൻ. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളല്ലാതെ ആരാണ് മുമ്പിൽ വന്നിട്ടുള്ളത്? പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട കർത്തവ്യങ്ങളൊന്നാണ്. ആ നിലയിലാണ് ഈ KMLഉം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള IREയും കേരളത്തിൽ സംരക്ഷിക്കപ്പെട്ടു പോകുന്നത്. ഇപ്പോഴും ഈ IRE ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്. IREയും KMLഉം പൊതുമേഖലയിൽ സ്ഥാപിക്കുന്ന സ്ഥാപനങ്ങളും തരത്തിലേക്ക് അത് രണ്ടിൻ്റെയും നിലനിൽപ്പിന് ആവശ്യമായ തരത്തിലേക്കുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് പിണറായി സർക്കാരിൻ്റെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അക്കാര്യത്തിൽ വലിയ മുൻകൈയാണ് ഇപ്പോഴത്തെ വ്യവസായ വകുപ്പ് മന്ത്രി സഖാവ് P. രാജീവ് എടുക്കുന്ന കാര്യവും എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, എൻ്റെ സുഹൃത്ത് നേരത്തെ സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംഭാഷണമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കടൽ ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എറണാകുളത്ത് നടത്തിയിട്ടുള്ള റോഡ് ഷോയ്ക്കും മീറ്റിങ്ങുകൾക്കും അന്ന് തന്നെ കേരളത്തിലെ വ്യവസായ വകുപ്പ് സെക്രട്ടറി രേഖാമൂലം കത്ത് കൊടുത്തു. ഇത് കേരളത്തിലെ ഗവൺമെൻറ്റിന് ഇതിനോട് താല്പര്യമില്ല എന്ന എതിർപ്പ് പ്രകടമാക്കുന്ന കത്താണ് അന്ന് അവിടെ വെച്ച് കൈമാറിയത്. രണ്ട് ദിവസമല്ലേ ഉള്ളൂ, 25-ാം തീയതി മിനിഞ്ഞാന്ന് 2 ദിവസമല്ലേ ഉള്ളൂ. കേരള നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട PP ചിത്രരഞ്ജൻ MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയം ഉന്നയിക്കുകയുണ്ടായി. അതിന് കേരളത്തിൻ്റെ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞ മറുപടി നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ മറക്കാറായിട്ടില്ലല്ലോ. വ്യക്തമായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് കേരള ഖനനത്തെ അതിശക്തിയുക്തം എതിർക്കുന്നതായി അത് കർശനമായി നിയമസഭയിൽ പ്രഖ്യാപിക്കപ്പെട്ടതാണ്. 2 ദിവസം പോലും ആയില്ല പ്രഖ്യാപനം വന്നിട്ട്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചും കേരളത്തിലെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചും വ്യത്യസ്തമായ ഒരു അഭിപ്രായമില്ല. ഈ വസ്തുത നിലനിൽക്കെയാണ് ഇത്തരത്തിലേക്കുള്ള രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലേക്കുള്ള അഭിപ്രായങ്ങൾ ബന്ധപ്പെട്ട സുഹൃത്തുക്കൾ പറയുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം. ഈ കടലും കടൽ സമ്പത്തും വിദേശ കുത്തകകൾക്ക് ആദ്യം തുറന്നു കൊടുത്തത് ആരാണ്? UP ഗവൺമെൻറ് കാലത്തല്ലേ? UP ഗവൺമെൻറ് 1990 ശേഷം കൊണ്ടുവന്ന പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിട്ടുള്ള UPൻ്റെ ഗവൺമെൻറ്റാണ് നമ്മുടെ അറബിക്കടലിലും നമ്മുടെ കടലുകളിലെല്ലാം വിദേശ സായിപ്പന്മാർക്ക് അവരുടെ ഫിഷിംഗ് കപ്പലുകൾക്ക് യഥേഷ്ടം ചൂഷണം ചെയ്യാൻ ആവശ്യമായ അവസരം നൽകിയത്. ഗൗരവതരമായ ചില വിഷയങ്ങൾ ഈ കടൽ മണൽ ഖനനവുമായി ബന്ധപ്പെട്ടുണ്ട്. അത് ഇവിടുത്തെ രാഷ്ട്രീയ തർക്ക വിതർക്കങ്ങൾ കൊണ്ട് പരിഹരിക്കാൻ കഴിയുകയുമില്ല. ശക്തമായ പ്രതിഷേധം പക്ഷേ സർക്കാർ ഉയർത്തേണ്ടതില്ലേ എന്ന ചോദ്യം മത്സ്യത്തൊഴിലാളികൾ ഉയർത്തുന്നുണ്ട്. അതാണ് നമ്മുടെ കാതലായ വിഷയം. LDF UDF തർക്കമല്ലല്ലോ ഇപ്പോൾ ഇവിടുത്തെ ആവശ്യം. അത് തീർച്ചയായിട്ടും കേരളത്തിലെ സർക്കാരിനെ സംബന്ധിച്ചോളം ഞാനതിൻ്റെ പശ്ചാത്തലം പറഞ്ഞതേ ഉള്ളൂ. UP ഗവൺമെൻറ് കാലത്താണ് ഇത് തുടങ്ങിയത്. അതിൻ്റെ ഭാഗമായി BJP സർക്കാർ ഇപ്പോൾ ശക്തമായി ആ പദ്ധതികൾ നടപ്പാക്കുന്നതേ ഉള്ളൂ. ഞാനതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറഞ്ഞതേ ഉള്ളൂ. കേരളത്തിലെ സർക്കാരിനെ സംബന്ധിച്ചോളം രണ്ടഭിപ്രായമില്ല. ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് കേരള നിയമസഭയിൽ അസന്ധിഗ്ധമായി അക്കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. CITനെ സംബന്ധിച്ചോളം, മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITനെ സംബന്ധിച്ചോളം കേരളത്തിലെ 9 തീരദേശ ജില്ലകളെയും കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകളിലേക്ക് കഴിഞ്ഞ 2 മാസം മുമ്പ് അതിശക്തമായ മാർച്ചും ധർണാ സമരവും സംഘടിപ്പിക്കുകയുണ്ടായി. അതുകൂടാതെ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി കൊല്ലത്ത് ബീച്ചിനോട് ചേർന്ന കടലിൽ 500-ൽ പരം ചെറിയ വള്ളങ്ങളും വലിയ വള്ളങ്ങളുമെല്ലാം ചേർന്നുകൊണ്ടുള്ള നടത്തിയിട്ടുള്ള സമരം ലോകശ്രദ്ധ ആകർഷിച്ച ഒരു പ്രധാനപ്പെട്ട സമരമാണ്. കടലിലാണ്. പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് MA ബേബിയാണ് അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രഖ്യാപിച്ചത്. കടൽ മണൽ ഖനനം അനുവദിക്കാൻ കഴിയില്ല, അതിനെതിരാണ് CPM-ഉം CIT-ഉം എന്ന് അസംതൃപ്തമായി സഖാവ് MA ബേബി പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം പ്രസ്താവിക്കുന്നതിന് അപ്പുറത്ത് വല്ലതുമുണ്ടോ?
പാർട്ടി നിലപാട് അതാണ്. ശരി, CPM-ന്റെ നിലപാട് കടൽ മണൽ ഖനനത്തിന് എതിരെയാണ് എന്നുള്ളതാണ് വിശദീകരിക്കുന്നത്.